നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉയർത്തിയത് സഹകരണ പ്രസ്ഥാനങ്ങളെന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ. ഈ മേഖലയെ അവഗണിച്ച് മുന്നോട്ടു പോവുക പ്രയാസകരം. നോട്ട് നിരോധനത്തിൽ പോലും കേരളത്തെ പിടിച്ചു നിർത്തിയത് സഹകാരികളുടെ കാര്യക്ഷമതയെന്നും കടന്നപ്പള്ളി. നിധിയെന്ന് സംശയം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വോട്ടുപാത്രത്തിൽ നിറച്ച അമൂല്യ വസ്തുക്കൾ ലഭിച്ചു. സഭവർ ശ്രീകണ്ഠാപുരത്ത് മഴക്കുഴി നിർമ്മാണത്തിനിടെ ആശങ്കയോടെ പാത്രം തുറന്ന തൊഴിലാളികൾക്ക് മുന്നിൽ തിളങ്ങി സ്വർണം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ. കേരളത്തിൽ ആദ്യമായി ആനിമൽ ആംബുലൻസുമായി പഗ്മാർക്ക്. ഇനി വന്യജീവികളുടെയും വളർത്തുമൃഗങ്ങളുടെയും സംരക്ഷണം ഉറപ്പ്. സേവനത്തിന് തുടക്കമായത് ജില്ലാ വെറ്റിനറി ഹോസ്പിറ്റലിൽ, പൂർത്തിയായത് മൃഗസ്നേഹികളുടെ നീണ്ടകാലത്തെ ആഗ്രഹം. വാർത്തകൾ വിശദമായി. കേരള ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിന് തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയെ അവഗണിച്ചുകൊണ്ട് ആർക്കും തന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉയർത്താൻ സഹകരണ പ്രസ്ഥാനങ്ങൾക്കും സഹകാരികൾക്കും കഴിഞ്ഞിട്ടുണ്ടെന്നും രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. ഒരു ഘട്ടത്തിൽ നോട്ട് നിരോധനത്തിന്റെ അട്ടഹാസം മുഴങ്ങിയപ്പോൾ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കേരളം പിടിച്ചുനിന്നത് സഹകരണ പ്രസ്ഥാനത്തിന്റെയും സഹകാരികളുടെയും കാര്യക്ഷമതയും പങ്കാളിത്തവും കൊണ്ടാണെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ മഹാസംരംഭങ്ങളിൽ ഒരു രാജ്യത്തിന് സമുദ്രമായ പുരോഗതിക്ക് വേണ്ടി സമർപ്പിച്ച ഒന്നിൽ പൊതുമേഖല, സ്വകാര്യ മേഖല, സഹകരണ മേഖല. ഈ 3 മേഖലകൾ, പൊതുമേഖല അതിൻ്റെ പ്രാധാന്യത്തോട് വേണം, സഹകരണ മേഖല അതിൻ്റെ പ്രാധാന്യത്തോട് വേണം, സ്വകാര്യ മേഖലയും അതിൻ്റെതായ പങ്കാളിത്തം. ഇത് സ്വകാര്യ മേഖലയിലേക്ക് രാജ്യത്തിൻ്റെ സാമ്പത്തിക സംവിധാനത്തോ ക്രമീകരണങ്ങൾ ക്രമാനുഗതമായി മുന്നോട്ട് പോകുന്ന, അതിലേക്ക് ഒഴുകി പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് ഓർക്കുകയാണ്. ഈ സാഹചര്യം കൂടിയാണ് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ, സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ജീവനക്കാരുടെ ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് നിസ്സാരമായൊരു കാര്യമല്ല. സാമ്പത്തിക സംവിധാനത്തിലെയും ക്രമീകരണത്തിനെയും അസ്ഥിവാരമൊരുക്കുന്ന ഏത് സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ അതിജീവനത്തിന് കരുത്തോട് സാധിക്കുന്നതാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം. അതിൽ സുപ്രധാനമായി പങ്കുവഹിച്ചവരാണ് നിങ്ങളുടെ ജീവനക്കാർ, പിരിയുന്നവരും ജോലി ചെയ്യുന്നവരും എല്ലാം തന്നെ അതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച സ്രോതസ്സുകളിൽ സുപ്രധാനമാണ്. അതുകൊണ്ടാണ് സഹകരണ പ്രസ്ഥാനത്തിന് ഏൽപ്പിച്ചാൽ ചെയ്യാൻ കഴിയാത്ത കാര്യമൊന്നുമില്ല. സംസ്ഥാന പ്രസിഡന്റ് മുണ്ടേരി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ, ജി വി ശരത്ചന്ദ്രൻ, കെ എസ് ശ്യാംകുമാർ, കെ ടി അനിൽകുമാർ, എം രാജു, വി ആർ ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കേരള കോഓപ്പറേറ്റീവ് വർക്കേഴ്സ് ഫെഡറേഷൻ HMS യൂണിറ്റ് അംഗങ്ങളുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനവും ജീവനക്കാർക്കുള്ള പഠന ക്ലാസും കണ്ണൂർ EP സ്മാരക മന്ദിരത്തിൽ നടന്നു. മേയർ മുസ്ലിഹ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും എല്ലാവരുടെയും ആഗ്രഹം നല്ലൊരു വിദ്യാഭ്യാസമാണ്, നല്ലൊരു സ്കോളറാവുക, അതോടൊപ്പം നല്ലൊരു ജോലി കരസ്ഥമാക്കുക, അതോടൊപ്പം സമൂഹത്തിന് ഗുണപരമായ രീതിയിൽ ഇടപെടാൻ കഴിയുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ അടിസ്ഥാനം. നമ്മൾ ഒരു ഉന്നത വിദ്യാഭ്യാസം നേടിയത് കൊണ്ടെല്ലാം ആയില്ല, മറിച്ച് ഒരു നല്ല മനുഷ്യനായി തീരുക എന്നതാണ്. ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു നല്ല മനുഷ്യനായാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട് നന്നാകുന്നതാണ്. ഭരണാധികാരികളായ ആളുകൾ, അല്ലെ, ഉദ്യോഗസ്ഥന്മാരായ ആളുകൾ, ഇവരൊക്കെ ഒരു നല്ല ഉന്നത വിദ്യാഭ്യാസം നേടുകയും നല്ല ഒരു മനുഷ്യനായി തീരുകയും ചെയ്തിരുന്നുവെങ്കിൽ നമ്മുടെ നാടിന് ഒരിക്കലും ഒരു ദുരവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളതാണ്. പ്രസിഡന്റ് K രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. P സുനിൽകുമാർ, NC സുമോദ്, സുധീഷ് കടന്നപ്പള്ളി, MK കുഞ്ഞിക്കണ്ണൻ, VN അഷറഫ്, K ചിത്രാംഗതൻ തുടങ്ങിയവർ സംസാരിച്ചു. സഹകരണ നിയമ ഭേദഗതി എന്ന വിഷയത്തിൽ സഹകരണ വകുപ്പ് സ്പെഷ്യൽ ഗ്രേഡ് ഓഡിറ്റർ KV ജയേഷ് സംസാരിച്ചു. ദേശീയ വായനാ മാസാചരണത്തിന്റെ ഭാഗമായി PN പണിക്കർ ഫൗണ്ടേഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി മത്സരം സംഘടിപ്പിച്ചു. GVHSS സ്പോർട്സ് സ്കൂളിൽ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ KN ബാബു, മഹേശ്വരി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. മഹാത്മാ മന്ദിരം പ്രസിഡന്റ് EVG നമ്പ്യാർ, R പ്രഭാകരൻ, KC സതീശൻ, PN പണിക്കർ ഫൗണ്ടേഷൻ ചെയർമാൻ PK പ്രേമരാജൻ തുടങ്ങിയവർ സംസാരിച്ചു.
മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യം കൊണ്ട് യാഥാർത്ഥ്യമായ വിഴിഞ്ഞം തുറമുഖത്ത് ചരക്ക് കപ്പൽ അടുക്കുമ്പോൾ അവയെ സ്വീകരിക്കുന്ന ഔദ്യോഗിക ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെയും UDF-നെയും MP-മാരെയും വിളിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടും ഉമ്മൻചാണ്ടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും UDF-ന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. UDF ജില്ലാ ചെയർമാൻ PT മാത്യുവും കൺവീനർ അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരിയും നേതൃത്വം നൽകി. പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ചെറിയ പ്രവർത്തനങ്ങൾ നടത്തുകയും അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് സ്വാഭാവികമായും ഉമ്മൻചാണ്ടിയുടെ പിന്തലമുറക്കാരായിട്ടുള്ള കേരളത്തിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെ ആ ചടങ്ങിലേക്ക് ക്ഷണിക്കേണ്ടത് ഒരു സാമാന്യമായിട്ടുള്ള മര്യാദയാണ്. എന്നാൽ അത്തരത്തിലൊരു മര്യാദയും ഈ പിണറായിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതിൻ്റെ നഗ്നമായിട്ടുള്ള സൂചനയാണ് കേരളത്തിൻ്റെ ബഹുമാനരായിട്ടുള്ള പ്രതിപക്ഷ നേതാവിനെയോ അല്ലെങ്കിൽ ആ പ്രദേശം ഉൾക്കൊള്ളുന്ന പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധിയോ പോലും ഈ പരിപാടിയിൽ ഉൾപ്പെടുത്താത്ത പരിപാടി കേവലം BJP-യുടെയും കേവലം കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ആളുകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാക്കി വളരെ തരം താഴ്ന്ന വിധത്തിൽ ഈ പരിപാടി നടത്തി. നേതാക്കളായ മേയർ മുസ്ലിം മഠത്തിൽ അഡ്വക്കേറ്റ് TO മോഹനൻ, KC മുഹമ്മദ് ഫൈസൽ, KT സഹദുള്ള, രാജീവൻ എളയാവൂർ, സുനിൽകുമാർ P, NK റഫീഖ് മാസ്റ്റർ, VV പുരുഷോത്തമൻ, സുരേഷ് ബാബു എളയാവൂർ, ഫാറൂഖ് വട്ടപ്പൊയിൽ, K ബാലകൃഷ്ണൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് റഷീദ് കവായി, T ജനാർദ്ദനൻ, കായക്കൽ രാഹുൽ, PC അഹമ്മദ് കുട്ടി, കൂക്കിരി രാഗേഷ്, C എറമുള്ളാൻ, CM ഗോപിനാഥ്, കല്ലിക്കോടൻ രാഗേഷ്, ഉഷാകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉയർത്തിയത് സഹകരണ പ്രസ്ഥാനങ്ങളെന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ. ഈ മേഖലയെ അവഗണിച്ച് മുന്നോട്ടു പോവുക പ്രയാസകരം. നോട്ട് നിരോധനത്തിൽ പോലും കേരളത്തെ പിടിച്ചു നിർത്തിയത് സഹകാരികളുടെ കാര്യക്ഷമതയെന്നും കടന്നപ്പള്ളി. നിധിയെന്ന സംശയം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വോട്ടുപാത്രത്തിൽ നിറച്ച അമൂല്യ വസ്തുക്കൾ ലഭിച്ചു. സഭവർ ശ്രീകണ്ഠാപുരത്ത് മഴക്കുഴി നിർമ്മാണത്തിനിടെ ആശങ്കയോടെ പാത്രം തുറന്ന തൊഴിലാളികൾക്ക് മുന്നിൽ തിളങ്ങി സ്വർണം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ. കേരളത്തിൽ ആദ്യമായി ആനിമൽ ആംബുലൻസുമായി പഗ്മാർക്ക്. ഇനി വന്യജീവികളുടെയും വളർത്തുമൃഗങ്ങളുടെയും സംരക്ഷണം ഉറപ്പ്. സേവനത്തിന് തുടക്കമായത് ജില്ലാ വെറ്റിനറി ഹോസ്പിറ്റലിൽ. പൂർത്തിയായത് മൃഗസ്നേഹികളുടെ നീണ്ടകാലത്തെ ആഗ്രഹം. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
Oracle Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. കണ്ണൂർ ചെങ്ങളായിൽ നിന്നും നിധിശേഖരം പുരാവസ്തു വകുപ്പ് പരിശോധിക്കും. ആഭരണങ്ങളുടെയും പതക്കങ്ങളുടെയും കാലപ്പഴക്കം നിശ്ചയിക്കും. കഴിഞ്ഞ ദിവസം തൊഴിലുറപ്പ് ജോലിക്കിടെ മഴക്കുഴി നിർമ്മാണത്തിനിടെയാണ് നിധികുംഭം ലഭിച്ചത്. സ്വർണ്ണ ലോക്കറ്റുകൾ, മുത്തുമണികൾ, മോതിരങ്ങൾ, വെള്ളിയാഭരണങ്ങൾ എന്നിവയാണ് ലോഹനിർമ്മിത പാത്രത്തിലുണ്ടായിരുന്നത്. പോലീസിന് കൈമാറിയ നിധികുംഭം ഇന്നലെ തന്നെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ചെങ്ങളായിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് സ്വർണമാണെന്ന് സംശയിക്കുന്ന നിരവധി വസ്തുക്കൾ ഉൾപ്പെടുന്ന പാത്രം ലഭിച്ചത്. മഴക്കുഴി നിർമ്മിക്കുന്നതിനിടെയാണ് സ്വർണ്ണ ലോക്കറ്റുകൾ ഉൾപ്പെടെ ഇവർക്ക് ലഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ബോംബാണെന്ന് വിചാരിച്ചു ഭയന്നിവർ പാത്രം തുറന്നു നോക്കിയപ്പോൾ കണ്ടത് സ്വർണമെന്ന് തോന്നിപ്പിക്കുന്ന നിരവധി വസ്തുക്കളാണ്. അതിനുശേഷം ഞാനെടുത്തത് പുറത്തിട്ടു. എല്ലാം പുറത്താക്കി അത് കാണിച്ച് നോക്കുമ്പോഴത്തേക്ക് മണ്ഡലം നീക്കി നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് സ്വർണം കാണുന്ന കുറേ നാണയം കണ്ടു. എല്ലാവരും കൂടെ അത് കഴുകി വൃത്തിയാക്കി എടുത്ത് അതെന്നാ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് തിരുപാടില്ല. വലിയ പഞ്ചായത്തിലേക്ക് വിവരം പറഞ്ഞു, മെമ്പറെ അറിയിച്ചു. എല്ലാവരും കൂടെ വന്ന് പിന്നെ പ്രസിഡന്റ് പോലീസിനെ വിളിച്ച് NRGൻ്റെ ആൾ പിന്നെ പോലീസും എല്ലാം കൂടെ വന്ന് ഈ സാധനം എൻ്റെ വീട്ടിലാണ് സൂക്ഷിച്ചിരുന്നത്. എല്ലാവരും പണി കയറി പോകുന്ന സമയത്ത് എൻ്റെ വീട്ടിലേക്ക് എനിക്കാവില്ല എന്ന് പറഞ്ഞ് ഇവരെല്ലാം കൂടെ എന്നെ കുളിപ്പിച്ച് എൻ്റെ വീട്ടിൽ സൂക്ഷിച്ച് 6:30 പഞ്ചായത്തിന് NRGൻ്റെ അവരും പോലീസും കൂടെ വന്നിട്ട് എല്ലാം കൊണ്ടുപോയി എല്ലാം ചെക്ക് ചെയ്ത് കൊണ്ടുപോയി കൈമാറുകയും ചെയ്തു. റബ്ബർ തോട്ടത്തിൽ കുഴിയെടുത്തപ്പോഴാണ് 18 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നിധി ലഭിക്കുന്നത്. ഓട്ടുപാത്രത്തിനുള്ളിൽ സൂക്ഷിച്ച നിലയിലാണ് സ്വർണ്ണ ലോക്കറ്റുകളും നാണയങ്ങളും മുത്തുക്കളും ഉണ്ടായിരുന്നത്. ഇവർ ഉടൻ തന്നെ ഈ വിവരം പഞ്ചായത്തിൽ അറിയിക്കുകയും പഞ്ചായത്ത് ഈ വിവരം പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. അത് അവര് രാവിലെ മഴക്കുഴി തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് മഴക്കുഴി എടുക്കുന്ന സമയത്താണ് ഇങ്ങനെ രാവിലെ കിട്ടിയത്. പക്ഷെ അവർ കിട്ടിയപ്പോൾ അതെന്തോ സാധനമാണെന്ന് ചോദിച്ചാൽ അവരങ്ങോട്ട് മാറ്റി ചാടി കാട്ടിലോട്ട് അങ്ങ് ഇട്ടു. പിന്നെ അവരത് ശ്രദ്ധിച്ചതേ ഇല്ല. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിയാകുമ്പോൾ അവർ കുട കാണാഞ്ഞിട്ട് കരുതുന്ന സമയത്തായിരുന്നു ആ കുടത്തിൻ്റെ അടുത്ത് പോയി അത് എടുത്തത്. അപ്പോൾ അത് എടുത്ത് നോക്കിയാൽ ഇവർ പറഞ്ഞു നമുക്കതൊന്ന് ആ സംഭവം ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് പൊട്ടിച്ച് നോക്കിയതാണ്. പൊട്ടിച്ച് നോക്കിയപ്പോൾ മണ്ണ് പെരങ്ങിയിട്ടാണുള്ളത്. അപ്പോൾ അത് മൊത്തം കഴുകി വൃത്തിയാക്കുമ്പോഴാണ് അവർ സംഭവം ഇത് സ്വർണ്ണമാണോ വെള്ളിയാണോ അവർക്കൊന്നും പിടുത്തം കിട്ടിയില്ല. അപ്പോൾ അതും പഞ്ചായത്തിലേക്ക് വിവരം അറിയിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മളത് അതിനെപ്പറ്റി ആലോചിച്ച് പ്രസിഡന്റുമായി ആലോചിച്ച് തീരുമാനിച്ച്. അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു അത് നമുക്ക് എന്തായാലും പോലീസിലേക്ക് അറിയിക്കണം. അപ്പോൾ പോലീസിൽ വിവരം അറിയിക്കുകയും അതിൻ്റെ തുടർ നടപടിയായി പോലീസ് അവർ ശ്രീകാര്യം പോലീസിന് അവർ വരികയും അത് കൊണ്ടുപോകും അവർ പരിശോധനക്കായി കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഓട്ടുപാത്രത്തിലുള്ളത് സ്വർണം തന്നെയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പുരാവസ്തു ഉദ്യോഗസ്ഥർ എത്തി സ്ഥലത്ത് കൂടുതൽ പരിശോധനകൾ നടത്തി. ഇവിടെ നിന്നും വെള്ളി ആഭരണങ്ങളും വീണ്ടും ലഭിച്ചിട്ടുണ്ട്. മയിൽ KV കുഞ്ഞിരാമൻ മാസ്റ്റർ സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കുഞ്ഞിരാമൻ മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചു. ട്രസ്റ്റിന്റെ ഈ വർഷത്തെ സാഹിത്യ പ്രതിഭാ പുരസ്കാരം സംസ്കൃത പണ്ഡിതനും യുവകവിയുമായ VT ഹരിപ്രസാദ് മാസ്റ്റർക്ക് അഡീഷണൽ ആരോഗ്യ വകുപ്പ് ഡയറക്ടറും ജില്ലാ മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ പീയൂഷ് M നമ്പൂതിരി സമ്മാനിച്ചു. തുടർന്ന് നടന്ന കവിയരങ്ങ് ഡോക്ടർ CK മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ജ്യോതിഷവാചസ്പതിയായിരുന്ന മാസ്റ്ററുടെ ചരമവാർഷികം 17ാം ദിനാചരണത്തോടനുബന്ധിച്ചിട്ടാണ് ഈ ബഹുമതി ഡോക്ടർ ഹരിപ്രസാദ് കടമ്പൂരിനെ സമർപ്പിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു ചിന്തയിൽ ഉന്നിയ മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന ആദരവെന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമാണ്. പക്ഷേ ചാണക്യനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി പ്രശംസ അർപ്പിക്കുന്നത് പലപ്പോഴും അദ്ദേഹത്തിന് വിപരീത ഫലങ്ങളാണ് ഉണ്ടാക്കുക എന്ന് ചാണക്യൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഭാഷാഭാഷ്യങ്ങളുടെ സമന്വയങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, ജീവിത കാലഘട്ടത്തിൻ്റെ നിരവധി സന്ദർഭങ്ങൾ നോക്കിയാൽ ഒരു മനുഷ്യൻ്റെ യഥാവിധത്തിലുള്ള സർഗഭാവനയെ, ആ സർഗവസന്തത്തെ അദ്ദേഹത്തിനോട് മുഖത്ത് നോക്കി സംസാരിക്കുന്നതിലും വളരെ ഔചിത്യമുണ്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ സമിതി മുൻ ജില്ലാ കോർഡിനേറ്റർ KK രവി മാസ്റ്റർ KV കുഞ്ഞിരാമൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. OM മധുസൂദനൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ K രാജഗോപാലൻ സ്വാഗതവും KR ജ്യോതി നന്ദിയും പറഞ്ഞു. തുടർന്ന് കവിയരങ്ങ്, അക്ഷരശ്ലോക സദസ്സ് എന്നിവയും ഉണ്ടായിരുന്നു. KK രവി മാസ്റ്റർ കുഞ്ഞിരാമൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡോക്ടർ ഹരിപ്രസാദ് കടമ്പൂർ സാഹിത്യ പ്രതിഭാ പുരസ്കാരം ഏറ്റുവാങ്ങി. KP കുഞ്ഞികൃഷ്ണൻ, K ജയലക്ഷ്മി ടീച്ചർ, ഡോക്ടർ CK മോഹനൻ, മലപ്പട്ടം ഗംഗാധരൻ, K ഫൽഗുണൻ, PC രാധാകൃഷ്ണൻ, A പ്രിയംപദ,
എസ് കെ കുഞ്ഞികൃഷ്ണൻ, ഗംഗാധരൻ നെല്ലോന്നി, ഐറിഷ് ആറാങ്കോട്ടം, കെ ഒ മുരളീധരൻ എന്നിവർ സംസാരിച്ചു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാഗതവും പ്രഭാജ്യോതി KR നന്ദിയും പറഞ്ഞു. മുരളീധരൻ പട്ടാനൂർ, രതീശൻ ചെക്കിക്കുളം, ബഷീർ പെരുവളത്ത് പറമ്പ്, ദിവാകരൻ മാവിലായി, ഷാജഹാൻ തൃക്കരിപ്പൂർ, അനിൽകുമാർ കണ്ണാടിപ്പറമ്പ്, അഭിലാഷ് കണ്ടങ്കൈ, NK ബാബുരാജ് മലപ്പട്ടം, K നാരായണൻ ചെറുപഴശ്ശി, T ഗംഗാധരൻ, PV രാജേന്ദ്രൻ എന്നിവർ കവിയരങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് അക്ഷരശ്ലോക സദസ്സും നടന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂരിൽ പെട്രോൾ ഒഴിച്ച് സ്വയം തീ കൊളുത്തി യുവാവ് ചികിത്സയ്ക്കിടെ മരിച്ചു. ചക്കരക്കൽ മിടാവിലോട് സ്വദേശി മുഹമ്മദ് നഫീസാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരിച്ചത്. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് 3:30 കണ്ണൂർ വാരംകടവ് ആയുർവേദ ആശുപത്രി റോഡിലാണ് സംഭവം. സ്കൂട്ടറിലെത്തിയ യുവാവ് റോഡരികിൽ നിർത്തി ഇറങ്ങിയ ശേഷം കയ്യിൽ കരുതിയ പെട്രോൾ ദേഹത്തേക്ക് ഒഴിച്ച് സ്വയം തീ കൊളുത്തുകയായിരുന്നു. 70% പൊള്ളലേറ്റതിനെ തുടർന്ന് ആദ്യം സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച ഉച്ചയോടെ മരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. റോഡിലേക്ക് കാൽവഴുതി വീണ് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടെ വാഹനം കയറിയിറങ്ങി വയോധികന് ദാരുണാന്ത്യം. ഇരിട്ടിയിലാണ് ദാരുണ സംഭവം നടന്നത്. ഇടുക്കി സ്വദേശിയായ രാജനാണ് മരിച്ചത്. മഴയത്ത് കുടചൂടി നടപ്പാതയിലൂടെ നടക്കുകയായിരുന്ന രാജൻ കാൽ തെന്നിയാണ് റോഡിലേക്ക് വീണത്. ബുധനാഴ്ച രാത്രി 9 മണിയോടെ കീഴൂർ കുന്നിൽ വെച്ചായിരുന്നു അപകടം. നടപ്പാതയിലൂടെ പോവുകയായിരുന്ന രാജൻ കാൽതെറ്റി റോഡിലേക്ക് വീഴുകയായിരുന്നു. തുടർന്ന് പിന്നാലെ എത്തിയ വാഹനം രാജനെ ഇടിച്ചു. ശേഷം നിർത്താതെ പോയി. പുറകെ എത്തിയ മറ്റൊരു വാഹനവും ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ കയറിയിറങ്ങിപ്പോയി. ഈ ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ച CCTV ദൃശ്യത്തിലുള്ളത്. ഇതുവഴി ആ സമയം ഇരുചക്രവാഹനം ഉൾപ്പെടെ കടന്നുപോയെങ്കിലും ഇദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയില്ല. പിന്നീട് വന്ന വാഹനത്തിലെ ഡ്രൈവർമാരാണ് വാഹനം നിർത്തി പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലായ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും വെള്ളിയാഴ്ച പുലർച്ചെയോടെ മരിച്ചു. ഇടുക്കി സ്വദേശിയാണ് രാജൻ. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കേരളത്തിലെ ആദ്യത്തെ ആനിമൽ ആംബുലൻസിന് കണ്ണൂരിൽ തുടക്കമായി. പക്മാർക്ക് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആൻഡ് റെസ്ക്യൂ ഫോഴ്സ് ആംബുലൻസ് സേവനം ജില്ലാ വെറ്റിനറി ഹോസ്പിറ്റലിൽ പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വന്യജീവികളുടെയും വളർത്തുമൃഗങ്ങളുടെയും സംരക്ഷണത്തിനായി പുതിയൊരു കാൽവെപ്പിനാണ് തുടക്കമായത്. നമ്മുടെ വന്യജീവികൾക്ക് വളർത്തുമൃഗങ്ങൾക്കെല്ലാം തന്നെ അടിയന്തര ഘട്ടങ്ങളിൽ മനുഷ്യനെ പോലെ തന്നെ അവർക്ക് ലഭ്യമാകേണ്ട ആരോഗ്യ പരിപാലനം, സംരക്ഷണം അത് നൽകുന്നതിന് അത്യാവശ്യ ഘട്ടങ്ങളിൽ ആ ജീവികളെയും വഹിച്ചു പോകാൻ ഒരു ആംബുലൻസ് തീർച്ചയായും അത് നമ്മുടെ ഒരു ഏറ്റവും ജീവപ്രധാനമായ ഒരു കർമ്മത്തിൻ്റെ ആവിഷ്കാരമാണ്. മനുഷ്യർക്ക് മാത്രമല്ല, ജീവജാലങ്ങൾക്ക്, വന്യമൃഗങ്ങൾ, വളർത്തുമൃഗങ്ങൾ തുടങ്ങി നേരിട്ട് സംസാരിക്കാനും ആശയവിനിമയം നടത്താനും കഴിയാത്ത ജീവികൾക്ക് ഈ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മാനുഷികമായ ധർമ്മം നിർവഹിക്കാൻ സാധിച്ചു എന്നത് വാസ്തവത്തിൽ വളരെ മാതൃകാപരവും ശ്രേഷ്ഠവുമായ ഒരു ചടങ്ങാണ് ഇന്ന് മാത്രം. കേരളത്തിലെ ആദ്യത്തെ വൈൽഡ് ലൈഫ് ആൻഡ് ഡൊമസ്റ്റിക് ആനിമൽ ആംബുലൻസ് സേവനമാണ് കണ്ണൂരിൽ നിന്നും ആരംഭിച്ചത്. വയനാട് ആസ്ഥാനമായ പക്മാർക്ക് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിന്റെ ഏറ്റവും പുതിയ സംരംഭമാണ് ആനിമൽ ആംബുലൻസ്. പ്രകൃതി വന്യജീവി സ്നേഹികളും ഒരു കൂട്ടം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മൃഗസ്നേഹികളും ഉൾപ്പെടെയുള്ള ഒരു കൂട്ടായ്മയാണ് സംസ്ഥാനത്ത് ആദ്യമായി ഈ ഒരു സർവീസ് ആരംഭിക്കുന്നത്. പക്മാർക്ക് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിന്റെ ആംബുലൻസ് ഇനി പുതിയൊരു ചരിത്രം തന്നെ തീർക്കും. ജില്ലാ വെറ്റിനറി ഹോസ്പിറ്റൽ ചീഫ് സർജൻ ഡോക്ടർ പത്മരാജ്, തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ച് SFO പ്രദീപ് മുണ്ടേരി, ഡോക്ടർ സുഷമ പ്രഭു തുടങ്ങിയവർ പങ്കെടുത്തു. CH സെന്റർ ഹോപ്പ് വാലിയുടെ പുതിയ കെട്ടിടം പൂർത്തീകരണത്തിന് വേണ്ടി IAM സ്റ്റഡീസ് ഒരുക്കിയ ധനസമാഹരണ പരിപാടിയായ കൂടെ അരങ്ങേറി. EK നായനാർ കൺവെൻഷൻ സെന്ററിൽ നടന്ന ഗസൽ വിരുന്ന് കണ്ണൂർ റൂറൽ SP ഹേമലത IPS ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ഈവൻ്റ് ആണ്. ബിക്കോസ് എന്നോട് വന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ ഒരു ഡിഫറെൻറ്റ് പരിപാടികൾ വിളിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു പരിപാടി വിളിച്ചപ്പോൾ തന്നെ ഇറ്റ് വാസ് വെരി ന്യൂ തിങ് ദറ്റ് സ്റ്റുഡൻസ് ഗെറ്റിംഗ് ഇൻവോൾവ് ആൻഡ് ഒരു ചാരിറ്റി സെൻറ്റർക്ക് വേണ്ടി ദേ ആർ സ്പെൻഡിങ് ദെയർ ടൈം എന്ന് പറഞ്ഞത് തന്നെ ഒരു വലിയ സംഭവമാണ്. സോ അങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അങ്ങനത്തെ ഉള്ള ഒരു യങ് ജനറേഷൻ, ഇത്രയും വലിയ ഹൃദയമുള്ള ഒരു ജനറേഷനോട് ഒരാളായിട്ട് ഞാൻ നിൽക്കുന്നത് വളരെ സന്തോഷമാണ്. ആൻഡ് ഐ എം റിയലി ഫീലിംഗ് പ്രൗഡ് അബൌട്ട് ഇറ്റ്. മാത്രമില്ല, സൊസൈറ്റിയിൽ കാണാനുള്ള വിഷയങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് ഒരുപാട് വിഷയങ്ങളിൽ ഉത്തരവാദിത്വമുണ്ട്. വി ഹാവ് അവർ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് as a citizen of this country to do. As a human we have some duties to do for the other humans. ഇങ്ങനെയുള്ള ഒരു വിഷയങ്ങളെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന വിഷയം തന്നെ നല്ല മാതൃകയാണ്. ആൻഡ് ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് ഓൾസോ. ആൻഡ് all my wishes for the CH Center
for doing good things, and really very happy for part of being the center also. So let this continue forever, and ഒരുപാട് ആൾക്കാർക്ക് ഇതിനായിട്ട് നല്ല സഹായങ്ങളും നല്ല വിഷയങ്ങളും ഉണ്ടാവണം. ആൻഡ് ഇതിനായിട്ട് മുന്നെടുത്ത് പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കിഡ്സ് ഷുഡ് ഓൾവേസ് ഹാവ് എ ഹാപ്പി ആൻഡ് എ പ്രോസ്പെറസ് ഫ്യൂച്ചർ ഇൻ ദിയർ ലൈഫ്. താങ്ക് യു. ആതുര സേവന രംഗത്ത് 25 വർഷത്തോളമായി മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് എളയാവൂർ CH സെന്റർ നടത്തുന്നത്. ആലംബഹീനർക്ക് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി പടുത്തുയർത്തുന്ന ഹോപ്പ് വാലി എന്ന പദ്ധതിയുടെ കെട്ടിട നിർമ്മാണത്തിനാണ് കേരളത്തിലെ പ്രമുഖ കൊമേഴ്സ്യൽ പഠന കേന്ദ്രമായ എളയാവൂരിലെ IAM സ്റ്റഡീസിലെ വിദ്യാർത്ഥികളും പങ്കാളികളായത്. ഇതിനായി 1000-ലേറെ വിദ്യാർത്ഥികൾ ഫണ്ട് ശേഖരണത്തിൽ ഒരുമിച്ചു. പദ്ധതിയുടെ പൂർത്തീകരണത്തിനുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായാണ് കൂടെ എന്ന ഗസൽ വിരുന്ന് നടത്തിയത്. പ്രശസ്ത ഗായകരായ റാസയും ബീഗവും പങ്കെടുക്കുന്ന ഗസൽ വിരുന്നാണ് EK നായനാർ കൺവെൻഷൻ സെന്ററിൽ നടന്നത്. എളയാവൂർ CH സെന്റർ നടത്തിവരുന്ന അന്തേവാസി അഭയകേന്ദ്രമായ ഹോപ്പ് വാലിക്കായുള്ള പുതിയ സൗകര്യപ്രദമായ കെട്ടിടം ഒരുക്കുന്നതിനാണ് വിദ്യാർത്ഥികൾ ഫണ്ട് ശേഖരണവുമായി ഇറങ്ങിയത്. 1000 രൂപ ടിക്കറ്റ് നിരക്കിൽ നടത്തുന്ന ഗസൽ പരിപാടിയിലൂടെയാണ് ഹോപ്പിനായി ഫണ്ട് ശേഖരണം നടത്തിയത്. വിദ്യാർത്ഥികളിൽ സാമൂഹ്യ പ്രതിബദ്ധത വളർത്തുന്നതിനായി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ ഹോപ്പ് വാലിയുടെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കാറുണ്ടെന്നും എളയാവൂർ CH സെന്റർ ഉപദേശക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ പറഞ്ഞു. IAM സ്റ്റഡീസ് MD CA മുഹമ്മദ് സയ്യിദ് അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ ഹസൻ കുഞ്ഞി മുഖ്യാതിഥിയായി പങ്കെടുത്തു. സയ്യിദ് അബ്ദുള്ള, അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ, മുഹമ്മദ് അഷ്റഫ്, KM ഷംസുദ്ദീൻ, KM ഉമർ P അബ്ദുള്ള, ഡോക്ടർ V മുഹമ്മദ് അലി, PV അബ്ദുൽ സത്താർ, മുഹമ്മദ് ഇജാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അളവിക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, എംഒ റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6760 രൂപ, പവന് 54,080 രൂപ, വെള്ളി 100 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉയർത്തിയത് സഹകരണ പ്രസ്ഥാനങ്ങളെന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ. ഈ മേഖലയെ അവഗണിച്ച് മുന്നോട്ടു പോവുക പ്രയാസകരം. നോട്ട് നിരോധനത്തിൽ പോലും കേരളത്തെ പിടിച്ചു നിർത്തിയത് സഹകാരികളുടെ കാര്യക്ഷമതയെന്നും കടന്നപ്പള്ളി. നിധിയെന്ന് സംശയം, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വോട്ടുപാത്രത്തിൽ നിറച്ച അമൂല്യ വസ്തുക്കൾ ലഭിച്ചു. സഭവർ ശ്രീകണ്ഠാപുരത്ത് മഴക്കുഴി നിർമ്മാണത്തിനിടെ ആശങ്കയോടെ പാത്രം തുറന്ന തൊഴിലാളികൾക്ക് മുന്നിൽ തിളങ്ങി സ്വർണം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ. കേരളത്തിൽ ആദ്യമായി ആനിമൽ ആംബുലൻസുമായി പഗ്മാർക്ക്. ഇനി വന്യജീവികളുടെയും വളർത്തുമൃഗങ്ങളുടെയും സംരക്ഷണം ഉറപ്പ്. സേവനത്തിന് തുടക്കമായത് ജില്ലാ വെറ്റിനറി ഹോസ്പിറ്റലിൽ, പൂർത്തിയായത് മൃഗസ്നേഹികളുടെ നീണ്ടകാലത്തെ ആഗ്രഹം. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.